ജനങ്ങൾ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന് ഒന്നെനിക്ക് പറയാനുള്ളത്, UDF എനിക്ക് ഈ സീറ്റ് അനുവദിച്ച് തന്നതിന് ശേഷം UDFിൻ്റെ കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയത്. അതിന് പ്രത്യേകിച്ച് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരുടെ വലിയ പ്രവർത്തനം, മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതാക്കന്മാർ, അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ, RSPയുടെ, നാഷണൽ ജനതാദളിൻ്റെ, അവരൊക്കെ ഈ നിലമ്പൂരിൽ വന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ ജയിപ്പിക്കാനുള്ള നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിച്ചു എന്ന് മാത്രമല്ല, നിലമ്പൂരിലെ UDFിൻ്റെ പ്രവർത്തകരെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് നേരിടാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ സാധിച്ചു എന്നതും കൂടി ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ ആദ്യമായി ഇതിന് കടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട്. ശ്രീ KC വേണുഗോപാലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രീ ഖാർഗെജിയുടെ, അതേപോലെ തന്നെ രാഹുൽജിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ ഹൈക്കമാൻഡ് തന്നെ ഈ വിജയം ഉറപ്പുവരുത്താൻ അതിനുവേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ നൽകിയിട്ട് അതിന് ഹൈക്കമാൻഡിനോടുള്ളൊരു വലിയ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, നിലമ്പൂരിലെ വോട്ടർമാർ ഇതിൻ്റെ ആദ്യഘട്ടം മുതലുള്ള കൺവെൻഷൻ മുതലാണെങ്കിലും, അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥി പര്യടന വേളയാണെങ്കിലും, കുടുംബയോഗങ്ങളാണെങ്കിലും, എല്ലാ ഇടങ്ങളിലും അത് കൃത്യമായി അതിനകത്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി സമയബന്ധിതമായി തീർത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൃത്യമായി എൻ്റെ എഞ്ചിനീയറിംഗ് കോൺഗ്രസിൻ്റെ UDFിൻ്റെ നേതൃത്വം നടത്തി എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ആളുകൾ അത്ര ആവേശത്തിലാണ്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം, PK പാണക്കാട് സാദിഖ് അലി തങ്ങളാണെങ്കിലും, അബ്ബാസ് അലി തങ്ങളും, അതുപോലെ തന്നെ മുനവർ അലി തങ്ങളും, അതുപോലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയും VD സതീശൻ MLAയും അവരെല്ലാം നേതൃത്വത്തിൽ നടത്തിയ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം, അത് UDFിന് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കൊരു വലിയ ആവേശമായി. മാത്രമല്ല, നമ്മുടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും PC വിശ്വനാഥും PK ഫിറോസും KM ഷാജിയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ, ഷാഫി പറമ്പിലൊക്കെ അടങ്ങും KM ഷാജിയും, അതുപോലെ തന്നെ സന്ദീപ് വാര്യരും ചാണ്ടി ഉമ്മനും ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു യുവനിര ഒരു വല്ലാത്ത ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിന് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, KPCC നിയോഗിച്ച കേരളത്തിലെ കോൺഗ്രസിൻ്റെ MLAമാർ, MP മാർ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, മുൻ MP മാർ, മുൻ MLAമാർ, മുൻ ഭാരവാഹികൾ എല്ലാവരും ഇതിനെ കേവലം ഒരു 11 മാസത്തേക്കുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് UDF കണ്ടിട്ടേയില്ല. പൂർണ്ണമായും ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു ജനവിധിയായിരിക്കുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാവണമെന്ന തീരുമാനത്തോടുകൂടി നടത്തിയ ഒരു നല്ല പ്രവർത്തനം കൂടിയാണ്. ഇനി താഴെ തട്ടിലാണെങ്കിൽ ബൂത്ത് തല കമ്മിറ്റികളും പഞ്ചായത്ത് തല കമ്മിറ്റികളും ഇത്രയധികം ആവേശത്തോടു കൂടി UDFിൻ്റെ പ്രവർത്തകർ
ഒരു കെട്ടായി, ഒരു മെയ്യായി, ഒരു മനസ്സായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം. അതിനിടയ്ക്ക് പല വിവാദങ്ങളിലേക്കും കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചുവെങ്കിലും നിലമ്പൂർ ആ വിവാദത്തിനൊന്നും ചെവി കൊടുക്കാതെ നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ അവഗണിക്കപ്പെടുകയും ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാനങ്ങളാൽ കബളിപ്പിക്കപ്പെടുകയും ചെയ്ത നിലമ്പൂരിലെ ജനത ഒറ്റക്കെട്ടായി എന്ന് ഞാൻ പറയുന്നില്ല. UDFൻ്റെ വോട്ട് മാത്രമല്ല, നിഷ്പക്ഷമതികളും LDFൻ്റെ ഒരു വോട്ടുമൊക്കെ ചേർത്തുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളാണ് ഈ UDFൻ്റെ പ്രചരണത്തിൽ ഞങ്ങളെ പിന്തുണച്ചത് എന്ന് ആ പ്രചരണത്തിൽ തന്നെ ബോധ്യമാണ്. നല്ല കോരിച്ചൊരിയുന്ന മഴയത്തും നല്ല മഴയത്തും മണിക്കൂറുകളോളം ആളുകൾ കാത്തിരിക്കുക, മഴ കൊണ്ട് കാത്തിരിക്കുക, അതൊക്കെ ഞങ്ങൾക്ക് വളരെ കൃത്യമായ സൂചന ഉണ്ടായിരുന്നു. അത് ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും പ്രിയങ്കാജി എന്ന യോഗത്തിലാണെങ്കിലൊക്കെ മഴ കൊണ്ട് ആളുകൾ മണിക്കൂറുകളോളം കാത്തിരിക്കുക. ആ ആവേശം ഒരിക്കലും ഒരു പെരുമഴയ്ക്ക് കെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യമായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം UDFൻ്റെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ വോട്ടുകളും കൊണ്ടുവന്നു എന്നതാണ്. മുഴുവൻ വോട്ടുകൾ. ഇനി ഈ പട്ടികയിൽ നിന്ന് മരിച്ചു പോയവരും ഗൾഫിലുള്ളവരും തീർത്തും വയ്യാതെ കിടക്കുന്ന ആളുകളും അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രം ഒഴിച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതും ഈ പോളിംഗ് ശതമാനം വല്ലാതെ വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂർ നൽകുന്നു എന്ന ഒരു കൃത്യമായ സൂചന നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരുകാർ ഒരു വിധിയെഴുത്ത് നടത്തുന്നു എന്നതും കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ആ രൂപത്തിൽ അതിൻ്റെ ഗൗരവത്തോടെ തന്നെ ആളുകൾ ഇതെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഇത്രയും പോളിംഗ് പെർസെൻറ്റേജ്. കഴിഞ്ഞൊരു ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, കേവലം 63% മാത്രമായിരുന്നു പോളിംഗ്. അപ്പോൾ ഇത് അതിനേക്കാളും സീരിയസ് ആയി എടുക്കാനുള്ളൊരു കാരണം കേരളത്തിൻ്റെ ഒരു വിധിയെഴുത്തു കൂടിയാണ് എന്നുള്ളത് കൊണ്ട്. അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു വലിയ നേതൃത്വം ഇതിന് വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്യാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും UDFൻ്റെ ഒരു കോർഡിനേറ്ററാണ്. UDFൻ്റെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ പണ്ടൊക്കെ ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുഞ്ഞാക്കയും കുഞ്ഞാപ്പയും ഒന്നിരുന്നാൽ മലപ്പുറത്തെ പ്രശ്നം തീരും. കുഞ്ഞാക്ക ഇപ്പോൾ ഇല്ല, എൻ്റെ പിതാവില്ല. പക്ഷെ ആ സ്ഥാനത്ത് കുഞ്ഞാപ്പ അത് ഏറ്റെടുത്തു എന്നതാണ് ഞാൻ കാണുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു വലിയ നേതൃത്വം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ നേതാവിൻ്റെ KPCC പ്രസിഡൻറ്റിൻ്റെ, അതേപോലെ പറയേണ്ടത് AP അനിൽകുമാർ MLA ആണ്. ആദ്യം മുതലേ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾ AP അനിൽകുമാർ MLA ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഒരു വലിയ കാര്യം. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് ഒരു 10 മിനിറ്റോടെ വന്നു എന്നല്ലാതെ ഞാൻ ഈ ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്നതായി യാഥാർത്ഥ്യം. ജയന്തൊക്കെ ഉണ്ട് ഇവിടെ, പലരും ഇരിക്കുന്നു, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് KPCC ആണ്, AP അനിൽകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ്. അതേപോലെ PC വിശ്വനാഥിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും പിന്നെ KPCC പ്രസിഡൻറ്റിൻ്റെയും VD അതേപോലെ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ
അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് ബൂത്ത് എല്ലാ ബൂത്തുകളിലും ഞാനൊരു 90% പോളിംഗ് ബൂത്തുകളും സന്ദർശിച്ചു. പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 75% ആവറേജ് പോളിംഗ് ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഔദ്യോഗിക കണക്ക് വന്നില്ല 75% ഉണ്ടാവുമെന്നതാണ്. അതൊരു ഈ സമയത്ത് ഈ പെരുമഴയത്ത് അതൊരു വലിയ പോളിംഗ് ശതമാനമാണ്. അത് വെച്ചുകൊണ്ട് തന്നെ കണക്കുകൾ നോക്കുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും UDFന് ഭൂരിപക്ഷം ലഭിക്കും. മാത്രമല്ല ഒരു ചരിത്ര ഭൂരിപക്ഷം UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് നമുക്ക് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, പിന്തുണച്ചവർ, വോട്ട് രേഖപ്പെടുത്തിയവർ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഒരു കൂട്ടായ്മയുടെ വലിയ പ്രവർത്തനമാണ് നടത്തിയത്. എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇനി പേരൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ബോധപൂർവമല്ല. ഞാൻ അറിയാലോ, ഓട്ടത്തിനിടയ്ക്ക് ബൂത്തുകൾക്ക് സന്ദർശിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഇവിടെ എത്തിയതാണ്. പിന്നെ എന്തായാലും നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചവർ, തെരഞ്ഞെടുപ്പിനെ സഹായിച്ചവർ, പിന്തുണച്ചവർ, പ്രത്യേകിച്ച് നിങ്ങളെ മീഡിയ ടീം, അതേപോലെ തന്നെ പിന്നെ പത്രപ്രവർത്തകർ, എല്ലാവരോടും ഇതിന് പിന്നിൽ മുഴുവൻ ആളുകളോടും ഉള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുക. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ എന്നെ അനുവദിക്കാത്തത് അത് വാസ്തവത്തിൽ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുകൊണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്തല്ലെങ്കിലും അല്ലാതെയും ഒരു നേതാവിനെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല. അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ എത്ര കഠിനമായ ഭാഷയിലും നമുക്ക് വിമർശിക്കാം, അതിനെതിരെ പ്രതികരിക്കാം, പ്രതിഷേധിക്കാം. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല എന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിൽ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തിപരമായി ഒരു പരാമർശവും പറയാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പിതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പൈതൃകം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ എത്ര അധിക്ഷേപിച്ചാലും, എത്ര കഠിനമായ ഭാഷയിൽ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാലും ഞാൻ തിരിച്ചൊരു അധിക്ഷേപം അതിന് മറുപടിയായിട്ട് നടത്താൻ അരിയാടൻ ഷൗക്കത്തിന് കിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല. ഞാൻ ഉയർത്തുന്ന, എൻ്റെ പാർട്ടി ഉയർത്തുന്ന, എൻ്റെ മുന്നണി ഉയർത്തുന്ന ഒരാശയവും രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും നിലപാടുകളും അപ്പുറത്ത് മറ്റുള്ളവർ ഉയർത്തുന്ന നിലപാടുകളും തമ്മിലുള്ളൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒരു സ്ഥാനവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഞാൻ മറുപടി പറയണ്ടല്ലോ, അതൊക്കെ അവർ തന്നെ പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങളും വോട്ട് ചെയ്യാനെത്തില്ലേ, എല്ലാ കാര്യങ്ങളും അവർ തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ല. എത്ര ഞാൻ അപ്പോഴേ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്തൊക്കെ നിങ്ങൾ ശ്രമിച്ചാലും, നിങ്ങൾ ഇടതുപക്ഷത്തോട് പറഞ്ഞത്, ബാക്കിയുള്ളവരോട് പറഞ്ഞത്, നിലമ്പൂരിൽ UDFൽ ഒരു ഭിന്നതയുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരൊറ്റ കാര്യം, ഒരു വിള്ളൽ വേണ്ട, ഒരു ചെറിയ പോറൽ പോലും UDFൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നത്
ഇടതുപക്ഷം എന്തൊക്കെ ശ്രമിച്ചാലും സാധിക്കില്ല എന്നത് ഞാൻ ആദ്യം വ്യക്തമാക്കിയതാണ്. വളരെ വ്യക്തമായി അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ സഹായിച്ചത്, ഞാനതാ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് VS ജോയിയാണ്. ഞാനന്ന് കൺവെൻഷന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ നിങ്ങളൊക്കെ അത് വലിയ എന്താ വിവാദമാക്കി ഇല്ലേ? നിങ്ങളെന്തൊക്കെയാക്കി, അതെന്തൊക്കെയായാലും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേരുണ്ടെങ്കിൽ അയാളുടെ പേര് VS ജോയി എന്ന മലപ്പുറം DCC പ്രസിഡന്റ്. 100% പറയാൻ പറ്റും. ജോയി ഒരു സ്ഥാനാർത്ഥിയായ പോലെയായിരുന്നു. ആളുകൾ തന്നെ വിളിച്ചൊരു മുദ്രാവാക്യം ബാപ്പുട്ടി ജയിക്കട്ടെ, VS ജോയി നയിക്കട്ടെ എന്നാണ്. നിങ്ങൾ കേട്ട് കാണും. അക്ഷരാർത്ഥത്തിൽ VS ജോയിയാണ് ഇതിനെ നയിച്ചത്. നമ്മൾ ആ നയിക്കൽ നമ്മൾ നേതൃത്വം കൊടുക്കുക എന്ന് മാത്രമല്ല, നമ്മൾ പറയല്ലോ നയിപ്പ് എന്ന് പറയില്ലേ, നല്ല നയിപ്പാന്ന് പറയില്ല, അധ്വാനം. ആ അധ്വാനം എന്ന ഭാഷയിലും ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരാൾ കൂടിയാണ് VS ജോയി. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് VS ജോയി.